ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എങ്ങനെങ്കിലും അമ്മ പുറത്തിറക്കണം മാഡം. ആരുടെ കുഴപ്പം കൊണ്ടായാലും ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ട കേസാ. സ്വാഭാവികമായി റിമാൻഡ് ചെയ്ത് കേസ് അന്വേഷണം നടത്തേണ്ടതാ. ആദ്യത്തെ അവധിക്ക് ചിലപ്പോ ജാമ്യം കിട്ടണമെന്നില്ല. പക്ഷേ ഇവിടെ അമ്മ നിരപരാധിയാണെന്നുള്ള നമ്മുടെ വാദം കോടതി അംഗീകരിക്കുന്നാണ് എന്റെ വിശ്വാസം. മാഡം, ഇതിന്റെ പിന്നിൽ എന്തോ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഭക്ഷണത്തിൽ വിഷം കലർന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതാര് ചേർത്തു, എങ്ങനെ ചേർത്തു എന്നുള്ളത് ഇനിയും കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. അതിന് ഇനിയൊരു പോലീസ് അന്വേഷണം ഉണ്ടാവില്ല മാഡം? അത് അന്വേഷിക്കണമെന്ന് കോടതിയിൽ ആവശ്യപ്പെടാനാ എന്റെ തീരുമാനം. ആ പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ മാഡം വിളി വലിയ ബോറടിയാ. അല്ല, ആന്താ മാഡം അങ്ങനെ? ദേ പിന്നെ മാഡം, ഒന്നുമില്ലെങ്കിലും ഞാൻ സച്ചിയുടെ ജീവൻ രക്ഷിച്ച ആളല്ലേ. അതുകൊണ്ടല്ലേ ഇത്രയ്ക്ക് ബഹുമാനം? എനിക്ക് അത്രയ്ക്ക് ബഹുമാനത്തിന്റെ ആവശ്യമില്ല. സച്ചി, മനുഷ്യര് തമ്മിൽ ആദ്യം വേണ്ടത് പരസ്പര സ്നേഹവും വിശ്വാസവുമാണ്. അത് കഴിഞ്ഞു മാത്രമേ ബഹുമാനത്തിനൊക്കെ സ്ഥാനമുള്ളൂ. അല്ല, ഞാൻ പിന്നെ എന്ത് വിളിക്കും? എന്റെ പേര് വിളിച്ചോളൂ. ഏയ്, അത് വേണ്ട. എന്നാ പിന്നെ സച്ചിക്ക് ഇഷ്ടമുള്ള വേറെ എന്തെങ്കിലും വിളിച്ചോ. പക്ഷെ ഈ മാഡം അത് പരമ ബോറ. അല്ല, പിന്നെ ഞാൻ എന്താ വിളിക്കാന്? ആ, ഒരു കാര്യം ചെയ്യാം. എന്തായാലും എന്റെ വക്കീലാണല്ലോ, അപ്പോ വക്കീലെ തന്നെ വിളിച്ചാലോ? അത് മതി. ഈ മാഡത്തിനെക്കാളും നല്ലതാ. ഞങ്ങളെ ഡോക്ടറെ ഒന്ന് കാണാൻ പോയിരിക്കായിരുന്നു. നാളെ ഡിസ്ചാർജ് ചെയ്യാന്ന് പറഞ്ഞു. അല്ല, മാഡം എപ്പോഴാ വന്നേ? ഞാനിപ്പോ വന്നേയുള്ളൂ. അല്ല, ഡോക്ടർ എന്ത് പറഞ്ഞു? കുറച്ചു നാളത്തേക്ക് നല്ല കെയറും റെസ്റ്റും വേണമെന്ന് പറഞ്ഞു. പക്ഷെ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ നടക്കാത്തെ? അതിന് സച്ചിയേട്ടൻ സമ്മതിക്കണ്ടേ? ആ ഡ്രൈവർമാരുടെ കൂടെ പഴയ സ്ഥലത്ത് പോയി താമസിക്കാനാ സച്ചിയേട്ടന്റെ തീരുമാനം. മാഡം തന്നെ പറ, ഈ അവസ്ഥയിൽ സച്ചിയേട്ടൻ അങ്ങോട്ട് പോകുന്നത് ശരിയാണോ? പറഞ്ഞ കേക്കണ്ടേ? നമ്മളെക്കാളും അവന് വലുത് ആ ഡ്രൈവർമാരാ. അനുവേട്ടാ, എന്റെ അവസ്ഥ നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തെ? എന്തവസ്ഥ? സച്ചി, ഇത്രയ്ക്ക് ദുരഭിമാനം നല്ലതല്ല. നീ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ആദ്യം നീ ജീവിച്ചിരിക്കണം. അനുവേട്ടാ, സോറി മാഡം, ഞാൻ ഇത്ര ഇമോഷണൽ ആയിപ്പോയി. ഇനി മാഡം തന്നെ ഒന്ന് പറയൂ. അല്ല, ഇപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യാനാ? സാരമില്ല, സ്നേഹമുള്ളിടത്ത് മാത്രമേ ഇമോഷൻ ഉണ്ടാവൂ. എന്താ സച്ചി ഇത്? കുട്ടികളെ പോലെ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നേ? ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയി താമസിക്കാവുന്ന ആരോഗ്യസ്ഥിതി അല്ല ഇപ്പൊ സച്ചിക്ക്. ഒരു കാര്യം ഞാൻ പറയാം. നാളെ കോടതിയിൽ അമ്മയ്ക്ക് ജാമ്യം കിട്ടുമോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ കിട്ടുമ്പോ ഇവരോടൊപ്പം അമ്മയെ ആ വീട്ടിലേക്ക് സ്വീകരിച്ചു കൊണ്ടുപോകാൻ സച്ചി ഉണ്ടാവണം.